നമുക്ക് നല്ല അടിപൊളി ഒരു രസക്കൂട്ടാണ് കേട്ടോ. വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഇഞ്ചി, പുളി വെള്ളത്തിലിടണം, മല്ലിയില, അതുപോലെ കുരുമുളകും ജീരകവും പെരിഞ്ജീരകവും ഉള്ളി, ഇതൊക്കെ ഈ അരപ്പുകളെല്ലാം കൂട്ടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. കുരുമുളകൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിട്ട് 2 മുഴുവൻ മുളക് പൊട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് അടിച്ചെടുത്ത അരപ്പ് നമുക്ക് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയിലോട്ടൊന്ന് ഇട്ട് വഴറ്റി നമുക്ക് 2 തക്കാളി ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് അതിനാവശ്യമായ പുളിവെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ആ അരപ്പിലോട്ട് ഇട്ട് കൊടുത്ത് കൂട്ടണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അതിന് ശേഷം നമുക്ക് അത്യാവശ്യം അതിന് വേണ്ട രസത്തിന് വേണ്ട വെള്ളം നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് അത് കൂട്ടി ഇളക്കി നല്ലോണം ഒന്ന് തിളപ്പിച്ച് നമുക്ക് ആവശ്യമായ ചാറാക്കി നമുക്ക് എടുക്കാം. നല്ല അടിപൊളി രസമായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങൾ. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റാക്കി നിങ്ങൾ എടുത്ത് നോക്കി. നല്ല അടിപൊളിയാണ്. ഇച്ചിരി മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം നമ്മുടെ ഇഷ്ടാനുസരണം പുളിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി രസമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പ്രത്യേക രുചിയാണ് ഈ രസത്തിന്. ലാസ്റ്റ് മല്ലിയില ഇട്ടെന്ന് ആ മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം തീ ഓഫാക്കാം കേട്ടോ.